നടക്കുകയാണ്. ആ പണി നടന്നുകൊണ്ടിരിക്കുന്ന സമയം ആ വഴിയിലൂടെ ഒരു പണ്ഡിതൻ നടന്നുപോയി. ആ പണ്ഡിതൻ ആ ചെറുപ്പക്കാരനോട് ചോദിച്ചു, ഓ സഹോദര, ഈ കെട്ടിടം എന്ത് വില വരും? നിന്റെ എസ്റ്റിമേറ്റ് എത്രയാണ്? ആ മനുഷ്യൻ പറയുന്നു, ബിമിഅത്തി അൽഫി ദിർഹം, 1,00,000 ദിർഹമിന് വിലയുള്ള വലിയൊരു കെട്ടിടമാണ് ഞാൻ ഇവിടെ ഉണ്ടാക്കുന്നത്. ആ ഉസ്താദ് ആ സമയത്ത് പറയുന്നു, സഹോദര, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് എന്തൊക്കെ വേണമെന്നും നിങ്ങളുടെ ജീവിതം രൂപപ്പെടുത്താൻ എന്താണ് വേണ്ടതെന്നൊക്കെ എനിക്കറിയാം. ഞാൻ നിങ്ങൾക്കൊരു ഡയറക്ഷൻ തരട്ടെ. യുവാവ് പറഞ്ഞു, ശരി, നിങ്ങൾ ഏത് ഡയറക്ഷൻ തന്നാലും ഞാൻ സ്വീകരിക്കാൻ തയ്യാറാണ്. ആ സമയത്ത് ആ ഗുരുനാഥൻ അദ്ദേഹത്തോട് പറയുന്നു, അലാ തുഅതീനി ഹാദൽ മാല ഫഅദഉഹു ഫീ ഹഖ്ഖി വഅദ്മനു ലക അലല്ലാഹി ഖസ്റൻ ഖൈറൻ മിൻ ഹാദൽ ഖസ്ർ. നിങ്ങൾ ഉണ്ടാക്കാൻ പോകുന്ന ഈ കെട്ടിടത്തിന് 1,00,000 ദിർഹമാണ് വിലയെങ്കിൽ ഈ കെട്ടിടത്തിന് നിങ്ങൾ മുടക്കുന്ന ഈ 1,00,000 ദിർഹം നിങ്ങൾ എന്റെ കയ്യിൽ ഏൽപ്പിക്കുമെങ്കിൽ ഈ 1,00,000 ദിർഹം നിങ്ങൾക്ക് കൂടുതൽ ഉപകാരമുള്ളൊരു വിഷയത്തിൽ ഞാൻ അത് ഉപയോഗപ്പെടുത്തിക്കൊള്ളാം. സമ്മതമാണോ? ചെറുപ്പക്കാരൻ ചോദിച്ചു, 1,00,000 ദിർഹം നിങ്ങളുടെ കയ്യിൽ ഞാൻ തരാം, പക്ഷേ ആ തരുന്ന ദിർഹം കൊണ്ട് ഞാൻ ഉണ്ടാക്കുന്ന ബിൽഡിങ്ങിനേക്കാൾ ഏറ്റവും നല്ലൊരു ബിൽഡിംഗ് നിങ്ങൾ നാളെ സ്വർഗത്തിൽ ഉണ്ടാക്കി തരുമെന്ന് പറയുന്നു. അത് എഗ്രിമെന്റ് എഴുതാൻ നിങ്ങൾ തയ്യാറാണോ? ആ സമയത്ത് ആ ഗുരുനാഥൻ അദ്ദേഹത്തോട് പറയുന്നു, നിന്റെ കയ്യിൽ കടലാസുണ്ടോ, പേപ്പറുണ്ടോ? ആ ചെറുപ്പക്കാരൻ അകത്തേക്ക് പോയി കടലാസ് കൊണ്ടുവരുന്നു. കിതാബുകളിൽ കാണാം, ആ കടലാസിൽ അതാ എഴുതുന്നു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, കരുണാവാരിധിയായ റഹ്മത്തിന്റെ നാഥനായ രണ്ട് ലോകത്തും ഗുണം ചെയ്യുന്ന മുഅ്മിനീങ്ങൾക്ക് വഴിപ്പെട്ട മുഅ്മിനീങ്ങൾക്ക് ആഖിറത്തിൽ പ്രത്യേകം ഗുണം ചെയ്യുന്ന അല്ലാഹുവിന്റെ നാമത്തിൽ ഹാദാ മാ ലമിന ഫുലാനുൻ ലി ഫുലാൻ ഇബ്നു ഫുലാൻ, ഇന്നാലിന്ന വ്യക്തി ബസറയിലെ ഒരു യുവാവുമായി നടത്തിയ എഗ്രിമെന്റ്. ആ എഗ്രിമെന്റ് അതാ എഴുതുന്നു, ഇന്നി ലമിൻതു ലക അലല്ലാഹി ഖസ്റൻ ബദല ഖസ്രിക സിഫതുഹു കദാ കമാ വസഫ്തു. ഞാനും നീയും ഇതാ എഗ്രിമെന്റ് എഴുതുന്നു. നീ 1,00,000 ദിർഹം അതാ എന്റെ കയ്യിൽ തരികയാണ്. ആ തരുന്ന ദിർഹമിന് പകരം നീ ഇവിടെ ഉണ്ടാക്കുന്നതിനേക്കാൾ നല്ലൊരു ബിൽഡിംഗ് നാളെ ആഖിറത്തിൽ ഞാൻ നിനക്കുണ്ടാക്കി വാങ്ങിത്തരാം. എഗ്രിമെന്റിൽ രണ്ടാളും ഒപ്പുവെക്കുന്നു. ആ 1,00,000 ദിർഹം ആ ചെറുപ്പക്കാരൻ ആ പണ്ഡിതന്റെ കയ്യിൽ നൽകുന്നു. സഹോദരന്മാരെ, അങ്ങനെയല്ലേ നമ്മുടെ സ്ഥാപനങ്ങൾ മുഴുവനും ഉണ്ടായത്? അങ്ങനെയല്ലേ നമ്മുടെ മുഴുവൻ സ്ഥാപനങ്ങളും ഉണ്ടായത്? ആയിരക്കണക്കിന് കുട്ടികൾ പഠിച്ചു വളരുന്ന എത്രയെത്ര സ്ഥാപനമാണ് ഇന്ന് കേരളക്കരയിൽ വളർന്നു വരുന്നത്. അൽഹംദുലില്ലാ, റിയാദിൽ ചെന്നപ്പോൾ, ജിദ്ദയിൽ ചെന്നപ്പോൾ അവിടെയുള്ള പ്രധാനപ്പെട്ട പല ആളുകളും പറഞ്ഞു, എന്റെ മകൻ പൂനൂര് മദീനത്തുന്നൂറിൽ മർക്കസിന്റെ കീഴിൽ പഠിക്കുന്നു. വേറെ ചിലർ പറയുന്നു മൈദനിൽ പഠിക്കുന്നു, ഹിക്മിയ്യയിൽ പഠിക്കുന്നു, മരഞ്ചാട്ടി ഗേൾസിൽ പഠിക്കുന്നു. വിവിധ സ്ഥാപനങ്ങളിൽ സുരക്ഷിതരായി ആ കുട്ടികൾ പഠിക്കുകയാണ്. ആ പഠിക്കാൻ ആവശ്യമായ സംവിധാനം എല്ലാം ഉണ്ടായത് എങ്ങനെ? സഹോദരന്മാരെ, കൈ നീട്ടിയപ്പോൾ ഒരാൾ ഓടി വന്ന് 1,00,000 ഉറുപ്പിക കൊടുക്കുകയാണ്. മർക്കസ് സഖാഫത്ത് സുന്നിയിൽ ഓരോ ദിവസവും 6,00,000 ലിറ്റർ വെള്ളം, വേസ്റ്റ് വെള്ളം ഓരോ ദിവസവും ആ വെള്ളം ഇങ്ങനെ പുറത്തേക്ക് ഒഴുകുന്നു. അത് പരിസരവാസികളായ ആളുകളുടെ കിണറിനെ മലിനമാക്കുന്നുവെന്ന് പരാതി ഉണ്ടായപ്പോൾ അത് പരിഹരിക്കുന്നതിന് വേണ്ടി ജനങ്ങൾ കഷ്ടപ്പെട്ട് കൊള്ളട്ടെ എന്ന് മനസ്സിലാക്കുന്നതിന് പകരം ഉസ്താദ് അവറുകൾ പൊല്യൂഷൻ കൺട്രോൾ ബോർഡുമായി ബന്ധപ്പെട്ടു ഒരു ട്രീറ്റ്മെന്റ് പ്ലാൻ തയ്യാറാക്കി. 60,00,000 രൂപ വേണം അതുണ്ടാക്കാൻ. കേരളത്തിൽ ആശുപത്രികൾക്കും വ്യവസായ സ്ഥാപനങ്ങൾക്ക് പോലും ഉണ്ടാക്കാൻ കഴിയാത്ത വലിയൊരു ട്രീറ്റ്മെന്റ് പ്ലാൻ മർക്കസിന്റെ കീഴിൽ വന്നു. അത് കാണാൻ വന്ന ആളുകൾ പറയുന്നു, കേരളത്തിൽ വ്യവസായ സ്ഥാപനങ്ങൾക്ക് പോലും ഇതുപോലൊരു പ്ലാന്റ് ഞങ്ങൾ കണ്ടിട്ടില്ല. ഉസ്താദിന്റെ മനസ്സിലുള്ള ആശയം, നമ്മുടെ സുന്നത്ത് ജമാഅത്തിന്റെ ആലിമീങ്ങളുടെ മനസ്സിലുള്ള ആശയം, ഈ ഭൗതിക ലോകത്തുള്ള അലങ്കാരങ്ങൾ, ഭൗതിക ലോകത്തുള്ള സംവിധാനങ്ങൾ അതെല്ലാം ഉപയോഗപ്പെടുത്തേണ്ടത് അള്ളാഹുവിന്റെ ദീനിന് വേണ്ടിയാണ്,
ഖുൽ മൻ ഹറമ സീനത്തല്ലാഹ് അല്ലതി അഖ്റജ ലിഇബാദിഹി മിനർ റിസ്ഖി വത്തയ്യിബാതി മിനർ റിസ്ഖി ഖുൽ ഹിയ ലില്ലദീന ആമനൂ ഫിൽ ഹയാത്തിദ് ദുനിയ ഖാലിസതൻ യൗമൽ ഖിയാമ. ഭൗതിക ലോകത്തിന്റെ മുഴുവൻ വസ്തുക്കളും അള്ളാഹിന്റെ ദീനിന്റെ രക്ഷയ്ക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തണം. ആ പ്ലാൻ എല്ലാം തയ്യാറാക്കി, പ്ലാനൊക്കെ റെഡിയാക്കി ജിദ്ദയിലേക്ക് കയറിയപ്പോൾ, മിനയിൽ ഹജ്ജിന്റെ വേളയിൽ ആ മിനയിലേക്ക് ചെന്നപ്പോൾ, ഓരോ ടെന്റിലും അന്ന് ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകൾ ഓരോ ടെന്റിലും കയറിയപ്പോൾ അവിടെ ആദ്യമായി ജിദ്ദക്കാരനായ കണ്ണൂർ ജില്ലയിലെ കുഞ്ഞമ്മദ് ഹാജി, അള്ളാഹു തആല അദ്ദേഹത്തിന്റെ ഖബർ വെളിച്ചമായി കൊടുക്കട്ടെ, ആദ്യം തന്നെ പറഞ്ഞു, ഉസ്താദെ 1,00,000 ഉറുപ്പിക എന്റെ വക. അദ്ദേഹത്തിന്റെ അനുജൻ ഉമ്മറാജി പറഞ്ഞു, എന്റെ വക. അങ്ങനെ ഓരോരുത്തരും ആ ടെന്റിൽ വെച്ച് പ്രോമിസ് ചെയ്ത് 60 ലക്ഷം ഉറുപ്പിക അങ്ങനെ കലക്ട് ചെയ്ത് അത് ഉപയോഗപ്പെടുത്തി 40 ലക്ഷം രൂപ വേറെയും കലക്ട് ചെയ്ത് ട്രീറ്റ്മെന്റ് പ്ലാൻ ഉണ്ടാക്കിയപ്പോൾ, ആ പ്ലാന്റ് കൊണ്ട് മാത്രമാണെന്ന് മർക്കസ് നടക്കുന്നത്. ആ പ്ലാന്റ് ഇല്ലായിരുന്നുവെങ്കിൽ ഈ വേസ്റ്റ് വാട്ടർ പരിസരങ്ങളിലെ കിണറിലേക്ക് ഒഴുകി ജനങ്ങളൊക്കെ വെറുത്ത് സ്ഥാപനം പൊളിഞ്ഞു പോകുമായിരുന്നു. ഞാൻ പറയുന്നത്, ഇതുപോലെ നൂറുകണക്കായ പദ്ധതികൾ എന്ത് വേണമെങ്കിലും ആ നേരം സാധാരണക്കാരുടെ നേരെ കൈ നീട്ടുമ്പോൾ ജനങ്ങൾ ഇങ്ങോട്ട് മുന്നോട്ട് വന്ന് അത് തരാൻ തയ്യാറാവുകയാണ്. എന്താണ് ഇതിന്റെ അർത്ഥമെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ബസറയിലെ കെട്ടിടമുണ്ടാക്കുന്ന ആ ചെറുപ്പക്കാരനോട് പണ്ഡിതൻ പറയുന്നു, മനുഷ്യ, നീ ഒരു കഥ മനസ്സിലാക്കണം. ഈ ലോകത്തെ ഏത് ബിൽഡിംഗ് ഉണ്ടാക്കിയാലും ആ ബിൽഡിംഗ് ഉണ്ടാക്കുന്നവൻ ആ ബിൽഡിംഗ് തകരുന്നതിന് മുമ്പ് ഒരുപക്ഷെ അവൻ മരിച്ചു പോകും, അല്ലെങ്കിൽ അവൻ മരിച്ചതിന് ശേഷം ബിൽഡിംഗ് നശിക്കും. 100 കൊല്ലം കഴിഞ്ഞ ബിൽഡിംഗ് എവിടെയെങ്കിലും ഉണ്ടോ? ബിൽഡിംഗിന്റെ ഓണറും മരിക്കും, ബിൽഡിംഗും